ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് കാണാൻ പോകുന്നത് വെയിറ്റ് ലോസ് ജേർണിയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഫ്രൂട്ട്സുകളാണ്, അതുപോലെ തന്നെ വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ഞാനൊരു 6 ടൈപ്പ് ജ്യൂസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി ഞാൻ ജസ്റ്റ് പറയാണ്. അപ്പോൾ ഞാൻ 1-2 ജ്യൂസ് മുൻപ് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ നമ്മുടെ ഹെയറിന്, അതുപോലെ തന്നെ ബോഡിക്കൊക്കെ ഡാമേജ് ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഡാമേജ് വരാതിരിക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ജ്യൂസുകൾ. അപ്പോൾ ഇത് അതിലും കുറച്ചും കൂടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം മിക്കവരും യൂസ് ചെയ്യുന്നുണ്ടാവും, എങ്കിലും യൂസ് ചെയ്തവർക്ക് വേണ്ടി ജസ്റ്റ് പറയാണ്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ 6 ടൈപ്പ് ഉണ്ട്. 6 ടൈപ്പ് ജ്യൂസുകൾ നമ്മൾ 6 വിധത്തിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ വെയിറ്റ് കുറയാൻ, അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ ബോഡിക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ബോഡിയിൽ പല പല മാറ്റങ്ങൾ വരും. അപ്പൊ ചിലവർക്ക് അത് ദോഷമായിട്ട് വരും. കാരണം ശരിക്കും പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു വേലല്ല പോകുന്നെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസിൽ കുറേയധികം പ്രശ്നങ്ങൾ വരും. ഇങ്ങനെ വെച്ചാൽ ഹെയർ നന്നായിട്ട് പോകും, മുഖക്കുരു വരും. അതുപോലെ തന്നെ നമ്മുടെ അതായത് വെയിറ്റ് പെട്ടെന്ന് കുറയുമ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ചുരുങ്ങി, അതുപോലെ തന്നെ തൂങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ഡാർക്ക് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ജ്യൂസുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 6 ജ്യൂസ് ഉണ്ട്. 6 ജ്യൂസ് എന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ, നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് മേടിക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ മിക്കവരും യൂസ് ചെയ്യുന്നുണ്ടാവും, ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ പറയാൻ കേട്ടോ. പിന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ പ്രോപ്പറായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മളത് ഉപയോഗിക്കാൻ, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഉപയോഗിക്കാൻ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞു നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി വരും. അപ്പോൾ അതും കൂടി എനേബിൾ ചെയ്താലാണ് ഞാൻ ഇതുപോലെ വീഡിയോസ് ഡെയിലി ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നിങ്ങളുടെ ഫോണിലാണ് നോട്ടിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് വേഗം മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ജ്യൂസൊക്കെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ ഫാറ്റ് ബേൺ ചെയ്യുന്ന ജ്യൂസ് തന്നെയാണ് അംല ജ്യൂസ്. അതായത് ഒരു 6 നെല്ലിക്ക എടുത്തിട്ട് ജ്യൂസ് അടിച്ചേക്കാണ്. ഇത് നമ്മളെ പല വിധത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹെയറിനായിക്കോട്ടെ, സ്കിന്നിനായിക്കോട്ടെ, അതുപോലെ തന്നെ ടോട്ടൽ ബോഡിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു വെയിറ്റ് ലോസ് ജേർണിയുടെ സമയത്ത് നമ്മുടെ സ്കിന്നൊന്ന് ഇരുണ്ട് പോകുക, കറുത്ത് പോകുക, അതുപോലെ തന്നെ നമ്മുടെ ഹെയർ നന്നായിട്ട് ലോസ് ആവുക, ഈ ഒരു കാര്യങ്ങളൊക്കെ പലർക്കും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ജ്യൂസ്. അപ്പോൾ നമ്മൾ ഡെയിലി കുടിക്കേണ്ട, ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു ഗ്ലാസ് നെല്ലിക്ക ജ്യൂസ് നമ്മൾ കുടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിറ്റമിൻ സിയുടെ ഒരു കലവർ തന്നെയാണ് നമ്മുടെ നെല്ലിക്ക ജ്യൂസ്. അപ്പോൾ ഇത് നമ്മൾ കുടിക്കുന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസിൻ്റെ സമയത്ത് നമുക്ക് ഈ ഒരു പനി, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, കോൾഡൊക്കെ പെട്ടെന്ന് വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണിത്. അടുത്തത് വന്നിട്ട് ക്യാബേജിൻ്റെ ജ്യൂസാണ്. അപ്പോൾ കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ നമ്മുടെ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മളൊരു ക്യാബേജിൻ്റെ തോരൻ വെച്ച് കഴിക്കുന്നേക്കാളും നല്ലതാണ് ഇങ്ങനെ ജ്യൂസായിട്ട് കുടിക്കുന്നത്. ഒരു ക്യാബേജിൻ്റെ ഒരു 5-6 ഇല എടുത്തിട്ട് ജ്യൂസ് അടിച്ചിട്ട് വേണമെങ്കിൽ നമുക്കതിൽ നാരങ്ങയോ അങ്ങനെ വല്ലതൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്ക് കുടിക്കാം. പക്ഷേ ഉപ്പോ മധുരം ഒന്നും ഇടരുത് കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നമുക്ക് കുടിക്കാം. വളരെയധികം പോഷക ഗുണങ്ങളുള്ളതാണ്. ഇതിപ്പോൾ മറ്റുള്ള ജ്യൂസിനേക്കാളും വെച്ച് നോക്കുമ്പോൾ ഇതിൽ കലോറി വളരെ കുറവാണ്. ഒരു ഗ്ലാസ് ക്യാബേജിൻ്റെ ജ്യൂസിൽ 22 കലോറി മാത്രമാണ് ഉള്ളത്. നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നതിൽ ഏറ്റവും അധികം പ്രധാനമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്യാബേജിൻ്റെ ജ്യൂസ്. നല്ല രീതിയിൽ നടക്കുന്ന നല്ലൊരു ദഹനമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരഭാരം കുറയ്ക്കുക. അപ്പോൾ അതിന് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ജ്യൂസ്. അടുത്തത് വന്നിട്ട് മുന്തിരിയുടെ ജ്യൂസാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളതാണ്. അപ്പം മുന്തിരി ജ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുടിക്കാനൊന്നും പ്രയാസം ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാണ്. മധുരം ഇട്ടില്ലെങ്കിലും നല്ല രസം ഉണ്ടാവും. അപ്പോൾ ഇതെനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഗ്രീൻ കളറാണ്, അതുകൊണ്ട് ഈ കളറായിട്ട് ഇരിക്കണേ. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസ് നമ്മൾ കുടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യം കൊഴുപ്പ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലർക്കും അത് പെട്ടെന്ന് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റില്ല, കൊഴുപ്പുള്ള സാധനങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസ് കഴിക്കുക. കാരണം കൊഴുപ്പ് കത്തിച്ച് കളയാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് മുന്തിരിയുടെ ജ്യൂസ്. മുന്തിരിയുടെ ജ്യൂസും അതുപോലെ തന്നെ നമ്മൾ കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതലായിട്ടുള്ള കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കില്ല, പെട്ടെന്ന് തന്നെ അത് നമുക്ക് ബേണായി പോവും. അപ്പോൾ അതുകൊണ്ട് മുന്തിരി ജ്യൂസ് വളരെ നല്ലതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ആഴ്ചയിൽ നമ്മൾ ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസ് എങ്ങനെയെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക. വിറ്റമിൻ സി ഒരുപാടുള്ളതാണ്. നമ്മുടെ സ്കിന്നിനാണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ മുന്തിരി ജ്യൂസ്. അപ്പോൾ നിങ്ങൾ കുറച്ച് മുന്തിരി എടുത്ത് ജ്യൂസ് അടിച്ച് വെള്ളമൊന്നും ചേർക്കാതെ, അതുപോലെ തന്നെ മധുരം ചേർക്കാതെ ജ്യൂസ് അടിച്ചിട്ട് അത് കുടിക്കാൻ ശ്രമിക്കുക. അടുത്തത് വന്നിട്ട് ക്യാരറ്റിൻ്റെ ജ്യൂസാണ്. അപ്പോൾ ക്യാരറ്റിൻ്റെ ജ്യൂസ് എങ്ങനെയാണ് കുടിക്കേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാനൊരു പ്രത്യേകിച്ചൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടി കഴിക്കാനായിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ അതൊന്ന് പോയി കണ്ടാൽ മതി. എങ്ങനെയാണ് നമുക്ക് കുറച്ച് നേരമൊക്കെ വർദ്ധിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഡള്ളാവാതൊക്കെ ഇരിക്കാനായിട്ട് ഞാനൊരു പ്രത്യേകിച്ചൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പോയി കാണാം. നമ്മുടെ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ കലോറിയും കൂടുതൽ ഫൈബർ ഉള്ളതാണ്
നമ്മുടെ ക്യാരറ്റ് ജ്യൂസിൽ. അപ്പോൾ അത് നമുക്ക് ഒരുപാട് നല്ലതാണ്. നമ്മൾ ഏതെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ സപ്പോർട്ട് ഫുഡായിട്ട് നമ്മൾ ക്യാരറ്റ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് വെയിറ്റ് കുറയുന്നത് നമ്മൾ തന്നെ അറിയില്ല, പെട്ടെന്ന് വെയിറ്റ് കുറയും. അപ്പോൾ എന്ത് ഫുഡാണെങ്കിലും അതിൻ്റെ ഒപ്പം കുറച്ച് ക്യാരറ്റും കൂടി ചേർക്കുക. അതുപോലെ തന്നെ കുറച്ച് ജ്യൂസായിട്ട് കുടിക്കാൻ ശ്രമിക്കുക. അടുത്ത ജ്യൂസ് പലർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ടമ്മി ഫാറ്റ് കുറയ്ക്കാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ കുക്കുംബർ ജ്യൂസ്. അപ്പോൾ പലർക്കുള്ള പ്രശ്നമാണ് ഒരുപാട് തടിയില്ലെങ്കിലും വയറ് വല്ലാതെ അങ്ങനെ ചാടി നിൽക്കും. അപ്പോൾ അവർക്കൊക്കെ എന്നും ഡെയിലി കുടിക്കാൻ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ആഴ്ചയിൽ ഇപ്പോൾ വെയിറ്റ് ലോസ് ജേണിക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ എന്നും ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക, വളരെ നല്ലതാണ്. ഏറ്റവും കുറവ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ഗ്ലാസ്സെങ്കിലും നമ്മൾ കുക്കുംബർ ജ്യൂസ് കുടിക്കാൻ ശ്രമിക്കുക. വയറ് കൂടാതിരിക്കാനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വയറുള്ളവർക്ക് അത് കുറയാനും കൂടി വളരെ നല്ലതാണ്. ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന ആ ഒരുപാട് വയറൊക്കെ നന്നായിട്ട് ചുങ്ങാനും, അതുപോലെ തന്നെ വയറ് ചിലർക്ക് ചാടും, വല്ലാതെ വയറ് ചാടും. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് ആ പീരീഡിൽ നമ്മൾ കുക്കുംബർ ജ്യൂസ് ഡെയിലി യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫുഡിൻ്റെ ഒപ്പം നമ്മൾ ഒരു സപ്പോർട്ട് ഫുഡായിട്ട് ഇങ്ങനെ കുക്കുംബർ ജ്യൂസ് ജസ്റ്റ് പീസാക്കിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. വളരെ നല്ലതാണ്. ഇനി നമുക്ക് അടുത്ത ജ്യൂസ് എന്താണെന്ന് നോക്കാം. അടുത്തത് വന്നിട്ട് ഓറഞ്ച് ജ്യൂസാണ്. ഇത് നമുക്ക് നല്ലൊരു എനർജി ബൂസ്റ്ററാണ്. അതായത് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഒരു ടെൻഷൻ, അതുപോലെ തന്നെ ഒരു ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു മൂഡ് മാറ്റമൊക്കെ വരും. അതുപോലെ തന്നെ ഒരു ഉത്സാഹക്കുറവൊക്കെ. അപ്പോൾ അതിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു ഗ്ലാസ് നമുക്കിതുപോലെ വല്ലാതെ മൂഡ് ചേഞ്ച് ആയിട്ടിരിക്കുക, ടെൻഷനൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് നമ്മൾ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു എനർജി അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. പിന്നെ മറ്റൊരു പ്രത്യേകതയാണ്, ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ നമ്മുടെ സ്കിന്നിന് നന്നായിട്ടൊന്ന് നിറം വെക്കാനുള്ളത്. അതായത് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് ഡൾനെസ് ഒക്കെ മാറ്റി കറുത്തിരുണ്ടിരിക്കുന്ന ആ ഒരു സ്കിന്നിനൊക്കെ മാറ്റി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് നിറം വെക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ആൻറ്റി ഏജ്, അതുപോലെ തന്നെ വ്രിങ്കിൾസ്, ഇതിൽ നിന്നും ഒരുപാട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്ന് ഡള്ളാകാതെ ഒരുപാട് നന്നായിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ഇരുണ്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വളരെ നല്ലതാണ്. അപ്പോൾ ഈ 6 ജ്യൂസുകളും നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയിൽ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു 6 ജ്യൂസ് എന്തായാലും നിങ്ങൾ യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മുടെ ചില സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുകയുണ്ടായി, ചേച്ചി ഞാൻ 2 കിലോ കുറച്ചപ്പോഴേക്കും എൻ്റെ ബോഡി വല്ലാതെ ചുരുണ്ടു, അതുപോലെ തന്നെ സ്കിന്ന് വല്ലാതെ ഡാർക്കായി, അവിടെ ഇവിടെയൊക്കെ വ്രിങ്കിൾസ് വന്നു തുടങ്ങി. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം ഇതാണ്, നമ്മൾ ഉള്ളിലേക്കും കൂടി കൊടുക്കണം. എന്നാലാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ പെട്ടെന്ന് നമുക്കത് നമ്മുടെ ബോഡീനെ ബാധിക്കാതിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെ കെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. നമ്മുടെ ഇമ്മ്യൂണൽ ബൂസ്റ്ററും കൂടിയാണ് ഈ ഒരു ജ്യൂസുകൾ. കാരണം നമുക്ക് വെയിറ്റ് ലോസിൻ്റെ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു പനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരാതിരിക്കാനും ബോഡി നന്നായിട്ടൊന്ന് സ്ട്രോങ് ആയിട്ടിരിക്കാനും ഈ ജ്യൂസുകളൊക്കെ ഹെൽപ്പ് ചെയ്യും. അത്രയധികം വിലയൊന്നും ഇല്ല ഇതിന്. നമ്മൾ മറ്റുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങിച്ച് നമ്മൾ ചിലവഴിക്കുന്ന അത്ര പോലും ഇല്ല ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, ജ്യൂസുകൾ നമ്മൾ കുടിക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഒരുമാതിരി പേരുടെയൊക്കെ വീട്ടിലുണ്ട് ഈ സാധനങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മുടെ ബോഡി നമ്മൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ ബോഡി നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ക്ഷീണം, അതുപോലെ തന്നെ ബോഡിക്ക് നമ്മുടെ വെയിറ്റ് കുറച്ച് കണ്ട ആളുകൾ ഇതെന്താ വെയിറ്റ് കുറച്ചപ്പോൾ ഇങ്ങനെയായെന്ന് ചോദിക്കരുത് നമ്മളോട്. അത് കാരണം നമ്മൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഹെൽത്ത് ആയിട്ടൊരു ബോഡി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് ഉള്ളിൽ നിന്ന് നന്നായിട്ട് വെയിറ്റ് കുറയാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു 6 ജ്യൂസ് കാണിക്കാൻ കാരണം നമുക്ക് ആഴ്ചയിൽ 7 ദിവസം ഉണ്ട്. അപ്പൊ ഒരു ദിവസം ചീറ്റ് മീൽ ഡേ ആയിട്ടാണ് ഞാൻ കണക്ക് കൂട്ടിയേക്കുന്നത്. എന്താന്ന് വെച്ചാല് നമ്മൾ 6 ദിവസം നമ്മൾ കറക്റ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ 7ാമത്തെ ദിവസം നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഫ്രീ ആയിട്ട് നടക്കുക, ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ ഒരു ജ്യൂസിൽ തീരെ മധുരം അതുപോലെ തന്നെ ഉപ്പൊന്നും ചേർക്കണ്ട. നമ്മൾ ജ്യൂസ് ഫ്രഷ് ആയിട്ട് അടിക്കുക, അങ്ങനെ നമ്മൾ കുടിക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് ആ ജ്യൂസ് തയ്യാറാക്കുന്നതിന് നമുക്ക് കഴിക്കുന്നതിന് തീരെ ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് നമുക്ക് നെല്ലിക്ക ജ്യൂസിൽ വേണമെങ്കിൽ നമുക്ക് മോരൊഴിക്കാം. അതുപോലെ തന്നെ അതിന്റെ കൂടെ നമുക്ക് കാന്താരിമുളകോ ഇഞ്ചിയോ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അടിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും നെല്ലിക്ക ജ്യൂസിൽ. അങ്ങനെ തന്നെ കുടിക്കണമെന്നില്ല. പക്ഷെ ഞാൻ ചിലപ്പോൾ മോര് സെപ്പറേറ്റ് ഞാൻ ഉച്ചയ്ക്കാണ് കഴിക്കാറ്. അപ്പോൾ നെല്ലിക്ക ജ്യൂസ് ചിലപ്പോൾ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ആവും കഴിക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ചിലപ്പോഴൊക്കെ ഒഴിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും മധുരം നമ്മൾ ചേർക്കില്ലേ, വെറുതെ ഇങ്ങനെ കുടിക്കും. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ കുടിക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നമുക്ക് ജോലി കഴിഞ്ഞ് വന്നിട്ട് വരുമ്പോൾ ഒരു ടൈം ഉണ്ടല്ലോ, നമുക്ക് കുറച്ച്
നമ്മൾ കുറച്ച് ടയേർഡ് ആയിട്ടുള്ള വരിക. അപ്പോൾ ആ സമയത്ത് നമുക്ക് പെട്ടെന്നൊന്ന് അടിച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് രാവിലെ പോകുമ്പോൾ അത് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക, അങ്ങനെ വല്ലതും ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി അടിച്ച് വെക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ജ്യൂസ് അടിച്ച് വെക്കാൻ പറഞ്ഞാൽ അവർ ചെയ്യില്ല, എന്തായാലും നമ്മൾ ഹെൽപ്പ് ചെയ്യില്ല അവർ. അപ്പോൾ അതൊന്ന് പറഞ്ഞു വെക്കുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് സമയത്ത് വേണമെങ്കിലും കുടിക്കാം. ഇപ്പോൾ രാത്രി കിടക്കാൻ പോകുന്ന നേരത്തെ കുടിക്കണമെന്നില്ല, ആ സമയത്ത് നമുക്ക് ചൂടുവെള്ളം കുടിക്കണം ഏറ്റവും നല്ലത്. അപ്പോൾ ഇട സമയങ്ങളിലെ 11 മണി 4 മണി ഈ സമയത്തൊക്കെ നമുക്ക് ജ്യൂസ് കുടിക്കാൻ വളരെ നല്ല നമ്മുടെ ഫാറ്റ് നന്നായിട്ട് ബേൺ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ജ്യൂസുകൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യട്ടെ, എന്തായാലും ഞാൻ റിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.